ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ എന്നെ നെല്ലിക്കുന്ന്, ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ നെല്ലിക്കുന്ന് അങ്ങോട്ട് പോന്നു. അപ്പോൾ അദ്ദേഹവും ഞാനുമായിട്ടൊരു ആശയവിനിമയം കഴിഞ്ഞാട്ട് ഇങ്ങോട്ട് വന്നത്. സ്വാഗത പ്രാസംഗികൻ മൗലാന ഹോസ്പിറ്റലിൻ്റെ ചീഫ് ഓപ്പറേഷൻ ഓഫീസർ ശ്രീ രാംദാസ്, അതുപോലെ തന്നെ ശ്രീ ഡോക്ടർ കെ എ സീതി, ശ്രീ വിഷ്ണു വാസുദേവൻ, ഡോക്ടർ എം എസ് മൂസാബ, ശ്രീ പി പി കുഞ്ഞികൃഷ്ണൻ, മുനിസിപ്പൽ ചെയർമാൻ ശ്രീ അബ്ബാസ് ബീഗം, ശ്രീ ബൈജു, ശ്രീ ജംഷീർ, ഡോക്ടർ നാരായൺ നായിക്, ശ്രീമതി അശ്വിനി, ശ്രീ മണികണ്ഠൻ, ശ്രീ അഹമ്മദ് ഷരീഫ്, പ്രസിഡന്റ് മർച്ചൻസ് അസോസിയേഷൻ ശ്രീ വിഷ്ണു വാസുദേവൻ, ശ്രീ മുഹമ്മദ് ഇസ്മയിൽ, ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി, മിസ് ശില്പ, ശ്രീ സെയ്ദ് മുഹമ്മദ് വി എം, അധ്യക്ഷവേദിയിലെ മൗലാന ഹോസ്പിറ്റലിൻ്റെ മറ്റ് ഡോക്ടർമാർ, അവിടുത്തെ മറ്റ് സ്റ്റാഫുകൾ, അതുപോലെ ധന്യമായി ചടങ്ങ് പങ്കെടുക്കുന്ന കാസർഗോഡ് സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് മൗലാന ആശുപത്രി ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ ഉദ്യമം ഉദ്ഘാടനം ചെയ്യാനായി ഞാനിവിടെ എത്തിയത്. നമുക്കറിയാം, ഞാനിവിടെ വരുമ്പോൾ ഈ ഹോള് നിറച്ച് പൊണ്ണത്തടിക്കാരുടെ ഒരു പ്രവാഹമായിരിക്കും എന്നാണ് വിചാരിച്ചത്. തടിയുള്ള വളരെ കുറച്ച് പേരെ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഇംഗ്ലണ്ടിലെ രണ്ട് സാഹിത്യ നായകന്മാർ അവർ തമ്മിലൊരു സംവാദത്തിൽ ഏർപ്പെട്ടു. അതിലൊന്ന് ശ്രീ ജോർജ് ബെർണാഡ് ഷയാണ്, രണ്ടാമത്തെ ചെസ്റ്റർട്ടൺ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനാണ്. അപ്പോൾ ഈ ബെർണാഡ് ഷാ എന്ന് പറയുന്ന വളരെ ലീനായിട്ട് കൃഷിഗാത്രനാണ്. അദ്ദേഹം വളരെ വണ്ണം കുറഞ്ഞ ഒരാളാണ്. അതേസമയം ചെസ്റ്റർട്ടൺ എന്ന് പറയുന്ന ആൾ ഒരു പൊണ്ണത്തടിയനാണ്. ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ വേണ്ടിയിട്ടൊരു തമാശ പറഞ്ഞു. എനിക്ക് ബെർണാഡ് ഷായെ കാണുമ്പോൾ ഇംഗ്ലണ്ട് ഒരു ദരിദ്ര രാഷ്ട്രമാണെന്ന് തോന്നിപ്പോകും, നിങ്ങളുടെ ദാരിദ്ര്യമാണ് ഈ തടിയിൽ ഇങ്ങനെ നിഴലിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തിരിച്ചടിച്ചു, എൻ്റെ ഈ ദാരിദ്ര്യത്തിന് കാരണം നിങ്ങളെ കാണുമ്പോൾ നിങ്ങളാണെന്ന് എനിക്ക് തോന്നിപ്പോകും. കാര്യം ഈ രാഷ്ട്രത്തിൻ്റെ മുഴുവൻ ആഹാരവും നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾ പൊണ്ണത്തടിയനായി. ഞാൻ ഈ രാജ്യത്തിൻ്റെ ഒരു ദാരിദ്ര്യത്തിൻ്റെ മുഖമാണെങ്കിൽ ആ ദാരിദ്ര്യത്തിലേക്ക് എന്നെ കൊണ്ട് ചെന്നെത്തിച്ചത് ഈ നിങ്ങളെപ്പോലുള്ള പൊണ്ണത്തടിയന്മാരാണെന്ന് അദ്ദേഹം തിരിച്ചടിച്ചു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന ഏജൻസി ഒരു സർവേ നടത്തി. ആ സർവേ ഒരു പ്രത്യേക പേരിലാണ് അറിയപ്പെടുന്നത്, വിമൻ ആൻഡ് മെൻ ഇൻ ഇന്ത്യ 2024. അപ്പോൾ അവർ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊണ്ണത്തടിയന്മാരുള്ളത് കേരളത്തിലാണ്. അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെയും സ്ത്രീകളെയും തമ്മിൽ താരതമ്യം ചെയ്താൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ഈ പൊണ്ണത്തടിയുള്ള ആളുകൾ എന്നാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ ഒരു സർവേയിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. മാത്രമല്ല നാഷണൽ ഫാമിലി ഹെൽത്ത് അവർ നടത്തിയ ഒരു സർവേയും പറയുന്നത്, അവർ ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ട് അവരും പറയുന്നത് നമ്മുടെ നാട്ടിൽ പൊണ്ണത്തടിയുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അത് കേരളത്തിലാണ്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന നമ്മുടെ ഒരാളിൻ്റെ ഉയരവും ഒരാളുടെ ഭാരവും തമ്മിൽ 30-ഉം 32-ഉം ഇടയ്ക്കാണ് അനുവദനീയമായിട്ടുള്ളത്. അപ്പോൾ 28-30 അതിൻ്റെ ഒരു ഒറിജിനൽ കണക്ക്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഉയരവും വണ്ണവും തമ്മിലുള്ള ഒരു ആനുപാതം എന്ന് പറയുന്ന അതാണ്.
അതിൽ 32ലേക്ക് 30-ൽ നിന്ന് 28, 30 എന്നുള്ളത് 32ലേക്കൊക്കെ പോയാൽ അത് പൊണ്ണത്തടിയുടെ ലക്ഷണമെന്നാണ് പറയുന്നത്. അപ്പം നമ്മളിവിടെ സംബന്ധിച്ചിടത്തോളം ഈ പൊണ്ണത്തടി എന്ന് പറയുന്നത് പ്രധാനമായും ബാധിക്കുന്നത് നമ്മുടെ ഡയബറ്റിക് പേഷ്യൻ്റിനെയാണ്. പൊണ്ണത്തടി കൂടിക്കഴിഞ്ഞാൽ ഡയബറ്റിക് നമ്മുടെ ശരീരത്തിൽ വരും. അപ്പോൾ സ്വാഭാവികമായി 2 തരം ഡയബറ്റിക്കാണ്. ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ആണ് ഡയബറ്റിക് ഉള്ളത്. അത് ഒന്ന് ആഹാരം, നമ്മുടെ ജീവിതശൈലിയിലൂടെ വരുന്ന രോഗമുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് ഏറ്റവും കൂടിയ ഭക്ഷണം കഴിക്കുക, അതായത് അരിയാഹാരം, ഗോതമ്പിൻ്റെ ആഹാരം, അതുപോലെ തന്നെ പോത്തിൻ്റെ ഇറച്ചി, മാട്ടിറച്ചി, അതുപോലെ മട്ടൻ, റെഡ് മീറ്റുകൾ കഴിക്കുക, പിന്നെ അമിതമായി എണ്ണയുടെ ഉപയോഗം വരിക. അപ്പോൾ സ്വാഭാവികമായി ജീവിതശൈലിയിലൂടെ, നമ്മുടെ ആഹാരത്തിലൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ വരും. പിന്നെ സ്ഥിരമായിരുന്ന് ജോലി ചെയ്യുക, ശരീരം അനങ്ങാതെ ഒരു കസേരയിരുന്ന് ജോലി ചെയ്യുക, അപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റുകൾ തടസ്സം സൃഷ്ടിക്കുക. അപ്പോൾ സ്വാഭാവികമായി എക്സസൈസിൻ്റെ അഭാവം, വ്യായാമത്തിൻ്റെ അഭാവം, അതുപോലെ ഇരുന്ന് ജോലി ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ ജീവിതശൈലിയിൽ നിന്ന്, ഭക്ഷണക്രമത്തിൽ നിന്ന് നമുക്ക് ടൈപ്പ് 2 എന്ന് പറയുന്ന ഇത് വരും. അപ്പോൾ സ്വാഭാവികമായി ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ, ഡയബറ്റിനെ കുറിച്ച് പറയുന്ന ഒരു സൈലൻറ്റ് കില്ലറാണ്. ഏതെങ്കിലും ഒരു അവയവത്തെ അത് ബാധിച്ചു കഴിഞ്ഞാൽ ആ അവയവത്തെ കൊണ്ടേ പോകത്തുള്ളൂ. ഇപ്പോൾ കാലിനാണ് ബാധിക്കുന്നതെങ്കിൽ ടൈപ്പ് 2 വന്നു കഴിഞ്ഞാൽ ഇവിടം വെച്ച് മുറിച്ച് കളയാം, അതിന് മേളിലോട്ട് മുറിക്കാൻ പറ്റില്ല. കണ്ണിനാണ് അത് ബാധിക്കുന്നതെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച പോയാൽ പിന്നെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ പ്രയാസമാണ്. നമുക്കറിയാം, ചില ആളുകൾക്ക് ലൈംഗികമായ അരാജകത്വം വരും. അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ചത് ഭേദമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുന്ന ഒന്നും കിട്ടില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ ഇതിനെക്കുറിച്ചൊരു ചൊല്ലുണ്ട്, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് യുവർ സെക്കൻഡ് വൈഫ് എന്നാണ്. നമ്മളിൽ ആർക്കെങ്കിലും ഒരു കള്ള ഭാര്യ ഉണ്ടെങ്കിൽ അവളെ പൊന്നുപോലെ നോക്കിയാൽ അവൾ ഉപദ്രവിക്കത്തില്ല, ഇല്ലെങ്കിൽ നമ്മളെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയുന്ന പോലെ ഈ ഡയബറ്റിക്സിനെ ചൊവ്വേ നേരെ നോക്കിയാൽ അതൊരു തരത്തിലും നമുക്ക് ഉപദ്രവകരമായി ഭവിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മളെയും കൊണ്ടേ ഈ രോഗം പോവുകയുള്ളൂ. അപ്പോൾ ക്യാൻസറിനേക്കാൾ മാരകമായ ഒരു രോഗമായിട്ട് വേണം ഈ ക്യാൻസറിനെ നമ്മൾ കാണാൻ. 2 തരം ഡയബറ്റിക്കിൽ ഒന്ന് നമ്മുടെ ജീവിതശൈലിയിലൂടെ വരുന്നതാണ്, പിന്നൊന്ന് ജനറ്റിക്കലാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എക്സസൈസൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാമെന്നല്ലാതെ അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ല. അപ്പോൾ നിയന്ത്രണ വിധേയമായ ഡയബറ്റിക്കും ഉണ്ട്, നിയന്ത്രണ വിധേയമല്ലാത്ത ഡയബറ്റിക്കും ഉണ്ട്. ഇപ്പോൾ ആ ഒരു രംഗത്തേക്കാണ് നമ്മുടെ മൗലാന ആശുപത്രി ഒരു പുതിയ കാൽവയ്പുമായി കടന്നു വരുന്നത്. കാര്യം ഒബിസിറ്റി എന്ന് പറയുന്ന പൊണ്ണത്തടി അതില്ലാതാക്കാനൊരു കീഹോൾ സർജറി, ആ സർജറിയുടെ ഒരു ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. മൗലാന എന്ന വാക്ക്, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ പണ്ഡിതൻ എന്നാണ്. മൗലാന എന്ന വാക്ക് കേൾക്കുമ്പോൾ എൻ്റെയൊക്കെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ഇന്ത്യയുടെ 1ാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചാണ്. വ്യക്തി ജീവിതത്തിലും അതുപോലെ തന്നെ പൊതുജീവിതത്തിലും സംശുദ്ധമായൊരു പാരമ്പര്യം വെച്ച് പുലർത്തിയ മൗലാന അബ്ദുൽ കലാം ആസാദ്, ആ ആസാദിൻ്റെ പേരാണ് മൗലാന എന്ന് കേൾക്കുമ്പോൾ, അപ്പോൾ ഒരു രോഗി മൗലാനയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ചികിത്സ കൊടുക്കൽ മാത്രമല്ല, ആ രോഗത്തെക്കുറിച്ചുള്ള അവബോധം പകർന്നു കൊടുക്കാൻ, അവർക്കൊരു പാണ്ഡിത്യം ഈ രംഗത്തുണ്ടാക്കി കൊടുക്കാൻ മൗലാന എന്ന വാക്കിലൂടെ തന്നെ ഈ ആശുപത്രിക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് മഹത്തായ ഒരു കാര്യമാണ്. അപ്പോൾ മൗലാന ആശുപത്രി പെരിന്തൽമണ്ണയിൽ വളരെ സ്തുത്യർഹമായ നിലയിൽ, വളരെ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഈ ആശുപത്രി ഇപ്പോൾ അവർ ഈ പുതിയ ഒരു ചുവടുവയ്പ് നടത്തുന്നുണ്ട്. ഈ ചുവടുവയ്പ്പിലൂടെ നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകൾ, ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് കഴിക്കുന്ന, ഞാനും ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്, രാവിലെ 16 ഇൻസുലിൻ എടുക്കണം, രാത്രി 16 ഇൻസുലിൻ എടുക്കണം. അമാരിൽ M1 രാവിലെ കഴിക്കണം, രാത്രി കഴിക്കണം. അതുപോലെ തന്നെ ട്രജൻഡ 5 ഉണ്ട്, അതുകൂടാതെ ടോപ്പാവിൽ 10 ഉണ്ട്.
അപ്പോൾ ഗുളിക തന്നെ ഒരു രാവിലെയും രാത്രിയും കൂടെ ഒരു നല്ല ഗുളികയുണ്ട്. അതുകൂടാതെ നമ്മളീ പറയുന്ന ഇൻസുലിൻ എനിക്കൊക്കെ വളരെ കുറവാണ്. 16 എന്ന് പറയുമ്പോൾ 16 യൂണിറ്റ് എന്ന് പറയുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ഈ മരുന്നുകൾ കഴിക്കാതെ ഇൻസുലിൻ എടുക്കാതെ ചില ആളുകൾക്ക് ഈ കീഹോൾ സർജറിയിലൂടെ എന്നേക്കുമായി ഡയബറ്റിക്കിൽ നിന്ന് മോചനം കിട്ടും. ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ പൂർണ്ണമായി മോചനം കിട്ടിയില്ലെങ്കിലും ഒരു 80-90% വരെ മോചനം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഗുളികയുടെ എണ്ണവും അതുപോലെ തന്നെ ഇൻസുലിൻ്റെ ഒരു തോതുമൊക്കെ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഈ സർജറി എന്ന് പറയുന്നത് കീഹോൾ സർജറി ഇപ്പോൾ ഇറ്റ്സ് കോമൺ തിങ് ആണ്. പഴയ കാലത്തെ പോലൊന്നുമല്ല. 2-3 ദിവസം ആശുപത്രി കിടന്നിട്ട് അവർക്ക് പുറത്തു വരാം. പരമാവധി ഒരാഴ്ച കഴിഞ്ഞാൽ അവർക്ക് ഈ സർജറി കഴിയുന്ന ആളുകൾക്ക് പഴയകാല ജീവിതത്തിലേക്ക് അതിനേക്കാൾ കൂടുതൽ വേഗതയിലേക്ക് മടങ്ങി വരാം. കാരണം ഈ അസ്വസ്ഥതകളുണ്ടല്ലോ, ജോയിൻസിൻ്റെ പെയിനുകളുണ്ട്, മാത്രമല്ല ആഹാരത്തിൽ നിയന്ത്രണമുണ്ട്. ഡയബറ്റിക് വന്ന ഒരാളിനോട് ഡോക്ടർമാരോട് ചോദിച്ചാൽ എന്ത് കഴിക്കാമെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന കേട്ടാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അവർ പറയുന്ന കേട്ടപ്പോൾ അരിയാഹാരം കഴിക്കാൻ പറ്റില്ല, ഗോതമ്പിൻ്റെ ആഹാരം കഴിക്കാൻ പറ്റില്ല, എണ്ണപ്പലഹാരം കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ അവർ പറയും റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ കൃഷി ചെയ്യുന്ന എല്ലാം, ഉരുളക്കിഴങ്ങുണ്ട്, ക്യാരറ്റുണ്ട്, ബീറ്റ്റൂട്ടുണ്ട്, കപ്പയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, കാച്ചിലുണ്ട്, ഇതെല്ലാം ഭൂമിക്കടിയിൽ കൃഷി ചെയ്യുന്നതാണ്. റൂട്ട്സ് ഒന്നും കഴിക്കാൻ പാടില്ല. പിന്നെയോ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പാടില്ല. ഫ്രൂട്ട്സിലെല്ലാം പച്ചയ്ക്കും മധുരമുണ്ട്. ഇപ്പോൾ ഏത്തയ്ക്ക പഴുക്കുമ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന പച്ചയ്ക്ക് അതിനകത്ത് ഷുഗറുണ്ട്. ചക്ക പഴുക്കുമ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന പച്ചയ്ക്കും ഷുഗറുണ്ട്. മാങ്ങ പഴുക്കുമ്പോഴാണ് ഫീൽ ചെയ്യുന്നത്, അതിനകത്ത് പച്ചയ്ക്കും ഷുഗറുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് റൂട്ട്സ് ഭൂമിക്കടിയിൽ കൃഷി ചെയ്യുന്ന ഒന്നും, പിന്നെ ഈ പറയപ്പെടുന്ന പഴുത്താൽ മധുരം വരുന്ന ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് കഴിച്ചിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്? അതാലോചിച്ച് നോക്കേ. അരിയാഹാരം കഴിക്കാൻ പറ്റില്ല. അരിയേക്കാൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ആണ് ഇപ്പോൾ ഗോതമ്പിനകത്തുള്ളത്. പണ്ട് ഒരു കാലത്ത് ആരും ഗോതമ്പ് കഴിക്കാത്ത കാലത്ത് ഡോക്ടർമാർ അഡ്വൈസ് ചെയ്തു, അരിയുടെ ദോശ 4 കഴിക്കുമ്പോൾ ഗോതമ്പിൻ്റെ ദോശ 1-2 കഴിക്കും എന്നാണ്. ഇപ്പോൾ അരിയുടെ ദോശ 4 കഴിക്കുന്നവർ ഗോതമ്പിൻ്റെ 10 ദോശ കഴിക്കും. അപ്പോൾ ഗോതമ്പിൽ അരിയേക്കാൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചില ആളുകളൊക്കെ ഇൻസുലിൻ ഇങ്ങനെ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ വെക്കുന്നവർ ഒരു ബെൽറ്റിനകത്ത് വെച്ചുകൊണ്ട് നടക്കും. അവരിഷ്ടംപോലെ ആഹാരം കഴിക്കും. ചില ആളുകൾ മദ്യപിക്കുന്നവർ മദ്യപിക്കും. നമ്മുടെ ഗ്യാസ് തീരുന്ന പോലെ സിലിണ്ടർ തീരുമ്പോൾ റീഫില്ല് ചെയ്താൽ മതി. അങ്ങനത്തെ 1 ലക്ഷം രൂപ വരെയുള്ള പിന്നെ സിലിണ്ടറുകൾ പോലത്തെ ഇതുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കീഹോൾ സർജറി ചെയ്ത് ഇൻസുലിനും മരുന്നും നിർത്താൻ സാധിച്ചാൽ ആ പേഷ്യൻ്റ് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊരു വലിയ പരീക്ഷണമാണ്. ഈ പരീക്ഷണം ആരംഭിച്ച നമ്മുടെ മൗലാന ആശുപത്രിയെ എല്ലാ തരത്തിലും ഞാൻ അഭിനന്ദിക്കുന്നു. അവിടെ ഉദ്യമം കൂടുതൽ സ്ഥലത്തേക്ക് എത്തേണ്ടിയിരിക്കുന്നു. കാരണം കൂടുതൽ അവബോധം ജനങ്ങൾക്കുണ്ടാകുമ്പോൾ മാത്രമേ ജനങ്ങൾ ഇതിനകത്ത് ആകൃഷ്ടരായി വരികയുള്ളൂ. കാര്യം അവരെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുത്താൽ, പൊണ്ണത്തടി ഒരു വലിയ അപകടമാണ്. ആ പൊണ്ണത്തടി കുറയ്ക്കാൻ ആവശ്യമായ സംവിധാനം ചെയ്തേ മതിയാകും. ഇതൊരു രോഗം തന്നെയാണ്. പലരും പൊണ്ണത്തടി ഒരു രോഗമായി കാണുന്നില്ല. ചില ആളുകൾ പൊണ്ണത്തടി ഒരു ഐശ്വര്യമായി കാണുന്നു. പക്ഷേ ഇതൊരു രോഗമാണ്. ക്യാൻസർ പോലെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന മറ്റ് രോഗങ്ങളെപ്പോലെ പൊണ്ണത്തടിയും ഒരു രോഗമാണ്. അപ്പോൾ ആരോഗ്യമുള്ള ഒരു ശരീരത്തൊരിക്കലും ഈ ഒബിസിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് മൗലാന ആശുപത്രി ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ ഉദ്യമം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ അനുഗ്രഹത്തോടെ ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.